വിഷുവാണോ ഓണമാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കിഷ്ടം വിഷുവാണ്. അത്ര രസമായിരുന്നു കുട്ടിക്കാലത്തെ വിഷു. തെളിഞ്ഞു കത്തി നിൽക്കുന്ന നിലവിളക്ക് കണ്ടാൽ വിഷു ഓർമ്മ വരും. ഉണ്ണിക്കണ്ണൻ്റെ ഭംഗിയുള്ള പ്രതിമ കണ്ടാൽ വിഷു ഓർമ്മ വരും. ഭംഗിയുള്ള വാൽക്കണ്ണാടി കണ്ടാൽ വിഷു ഓർക്കും. പൂത്തു നിൽക്കുന്ന കൊന്നമരം കണ്ടാൽ വിഷു ഇങ്ങടുത്തതായി തോന്നും. ആഘോഷിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ പഴയ വിഷുക്കാലം ഓർമ്മിക്കാനാണ്. കണിയൊരുക്കി, നിലവിളക്ക് കൊളുത്തി, പിന്നിൽ നിന്നും കണ്ണു പൊത്തിപ്പിടിച്ച് കണി കാണിക്കുന്ന അമ്മയുടെ കയ്യിലെ ആ തണുപ്പ് ഇന്നും എനിക്കറിയാം. അച്ഛൻ വാങ്ങിക്കൊണ്ടു തരുന്ന പടക്കങ്ങൾ, അമ്പലപ്പറമ്പിലെ മരത്തിൽ നിന്നും കൊന്ന പറിക്കുന്നത്, അമ്മൂമ്മ തരുന്ന വിഷുക്കൈ നീട്ടം, ഇളയച്ചൻ തരുന്ന പുത്തൻ നോട്ടിൻ്റെ മണം, ഏട്ടനോടൊപ്പം ഇരുന്ന് കുത്തിപ്പൊട്ടിക്കുന്ന പൊട്ടാസിൻ്റെ കടലാസ് കത്തിയുള്ള മണം, അനിയൻ്റെ മുന്നിൽ ധൈര്യം കാണിക്കാൻ ഓലപ്പടകം കത്തിച്ചെറിയുമ്പോൾ ചെവിയിലുണ്ടാകുന്ന മുഴക്കം, ഏറ്റവും അവസാനത്തെ പടക്കവും പൊട്ടിച്ചു തീരുമ്പോഴുള്ള സങ്കടം, അമ്പലത്തിലെ കണി കാണാൻ പോകുന്നത്, എല്ലാം കഴിഞ്ഞ് കൈനീട്ടം ആർക്കാണ് കൂടുതൽ കിട്ടിയത് എന്ന് എണ്ണി നോക്കുന്നത്, ഉച്ചയാകുമ്പോഴുള്ള കാവിലെ തേങ്ങയേറ്, അങ്ങനെ എത്ര ഓർമ്മകൾ. എന്തു നിഷ്കളങ്കമായിരുന്നു ഓരോ വിഷുവും. വലുതാകുന്നതോടെ വിഷുവും നമ്മളോടൊപ്പം ഗൗരവമുള്ളതായി. എനിക്കെൻ്റെ അച്ഛനും അമ്മയുമെല്ലാം തന്ന മധുരമുള്ള വിഷുക്കാലം ഞാനും എൻ്റെ മക്കൾക്ക് കൊടുക്കണം. അച്ഛനും അമ്മയും ചെയ്തു കാണിച്ചു തന്നത് നമ്മളും ചെയ്തു കാണിച്ചു കൊടുക്കണം നല്ല വിഷുവിനായി. എന്നാലേ എല്ലാവർക്കും വിഷു തുല്യമാവുകയുള്ളൂ. വിഷുവം എന്നാൽ തുല്യം എന്നാണ് അർത്ഥം. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം. നാട്ടിലെ എല്ലാവർക്കും പേരിൻ്റെ അർത്ഥം പോലെ തുല്യമായിരിക്കട്ടെ വിഷു. സന്തോഷമുള്ളതാകട്ടെ ഈ വിഷുവും. എല്ലാവർക്കും വിഷു പുതുവത്സരാശംസകൾ.